കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കൊടുക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ നിയമസഭയിൽ കഴിഞ്ഞ ബഡ്ജറ്റ് സെഷന് മുമ്പത്തെ സഭയിൽ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ചില പണം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തത് കൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അർഹമായതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. ആ പ്രശ്നം എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്നലെ ഞാനിവിടെ വന്നിട്ട് തന്നെ ധനകാര്യമന്ത്രിയെ കാണാൻ പോയത് ഈ വർഷം പുതുതായി വെട്ടിക്കുറച്ച 6000-ലധികം കോടി രൂപ കിട്ടണം എന്നാവശ്യപ്പെടാനാണ്. ആ തരത്തിൽ നമുക്ക് പണം വെട്ടിക്കുറയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭീമമായ വെട്ടിക്കുറവ് വരുന്നൊരു ഘട്ടത്തിലും ജനങ്ങളുടെ ഏറ്റവും ആവശ്യ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ തയ്യാറായിട്ടാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു, റൂൾ 300 സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ഞങ്ങൾ കൊടുക്കാനുള്ള 5 ക്ഷേമ പെൻഷൻ അത് ഞങ്ങൾ 2 വർഷമായിട്ട് 2 ഗഡു കഴിഞ്ഞ വർഷവും 3 ഗഡു ഈ വർഷവും കൊടുക്കും. അതുപോലെ തന്നെ DA 2 DA വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ശ്രമിക്കുന്നത് അതിൽ കൂടുതൽ കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം 2 ക്ഷേമ പെൻഷൻ കൊടുത്തു. ഈ വർഷം ഏപ്രിൽ മെയ് മാസം തുടക്കമാണ് 3 ക്ഷേമ പെൻഷൻ ഈ വർഷം കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞത്. അത് ഒരു ക്ഷേമ പെൻഷൻ കൊടുത്തു. ഈ ക്ഷേമ പെൻഷൻ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അദ്ദേഹം പ്രാസം ഒപ്പിച്ച് പ്രസംഗിച്ച് ആവേശം കൊണ്ട് പറഞ്ഞതാണ്, ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് വോട്ടർമാർക്ക്, ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ അത് 62 ലക്ഷം ആളുകളും കൈക്കൂലി മേടിച്ചിട്ട് വോട്ട് ചെയ്യുന്നവരാണെന്ന് നിലയിൽ പറഞ്ഞത് അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് അദ്ദേഹം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇന്ന് കുറേ കണക്കുകൾ പറഞ്ഞു. അതിനകത്ത് കണക്ക് പറയുമ്പോൾ ആ കണക്ക് എനിക്കും പറയേണ്ടി വരുമല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് വളരെ നന്നായി കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 5 വർഷക്കാലം കൊണ്ട് ആകെ കൊടുത്ത ക്ഷേമ പെൻഷൻ എത്ര? 9000 കോടി രൂപ. എല്ലാം ഇഷ്ടംപോലെ കൊടുക്കുമായിരുന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ പത്രസമ്മേളനം പൂർണ്ണമായി കണ്ടു. അന്ന് 32 ലക്ഷത്തിന് അടുത്ത ആളുകൾക്കാണ് ആകെ കൊടുക്കുന്നത്. ആകെ കൊടുത്തത് 5 വർഷം കൊണ്ട് 9000 കോടി രൂപയ്ക്ക് അടുത്താന്ന് എൻ്റെ ഓർമ്മ. ഡൽഹിയിൽ നിന്ന് ഞാനിപ്പം എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണ്. 1ാം പിണറായി സർക്കാർ വന്നു. 18 മാസക്കാലത്തെ കുടിശ്ശിക അടക്കം, പഴയത് എല്ലാം കൃത്യമായി കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ 18 മാസക്കാലത്തെ കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തു. അങ്ങനെയാണല്ലോ, 18 മാസക്കാലം എന്ന് പറഞ്ഞാൽ 1.5 വർഷം. അതടക്കം കൊടുത്തു തീർത്തത് പെൻഷൻ വർദ്ധിപ്പിച്ചു. കൊടുത്തത് എത്രയാണെന്നറിയോ? 37,000 കോടി രൂപ. 5 വർഷം കൊണ്ട് 37,000 കോടി രൂപ കൊടുത്തു. അത് ഓരോ മാസവും ഈ 18 മാസത്തെ കുടിശ്ശിക അടക്കം കൊടുത്തല്ലോ. ഞങ്ങൾ 2ാം ഗവൺമെൻറ് വന്നു, 2ാം പിണറായി സർക്കാർ, ഞാൻ ധനകാര്യമന്ത്രിയായിട്ട് ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഇന്ന് 4 വർഷമായി. ജൂൺ മാസം 4-ാം തീയതി ആയിരുന്നു ആദ്യ ബഡ്ജറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് 2 ആഴ്ചയ്ക്കാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കൂട്ടിച്ചേർത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഞങ്ങൾ അന്ന് മുതൽ ഇങ്ങോട്ട്, ആ വർഷം മുതൽ ഇങ്ങോട്ട് ഇതുവരെ കൊടുത്തത് 40,000 കോടി രൂപയാണ് ഏകദേശം. ഈ മാസം 4 വർഷമാകുമ്പോൾ 5 വർഷമാകുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊടുത്താൽ തന്നെ 50,000 കോടി രൂപയിലധികം കൊടുക്കും. അപ്പോൾ 9,000 9,000 കൊടുത്ത ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണോ 5 വർഷം കൊണ്ട് 37,000 കോടി കൊടുക്കുകയും ഈ 4 വർഷം കൊണ്ട് അഡീഷണലായിട്ട് 40,000 കോടി കൊടുക്കുകയും ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പം അത് 50,000 ആവും. 50, 30, 80, 87, 90,000 കോടി രൂപ 10 വർഷം കൊണ്ട് കൊടുത്ത ഈ ഗവൺമെൻറ്റാണോ കൂടുതൽ കൊടുത്തത്? കണക്കൊക്കെ ആൾക്കറിയാം. കാലത്തിനനുസരിച്ചല്ല 5 വർഷം കൊണ്ട് അങ്ങനെ മാറ്റം വരില്ല. അല്ലല്ലോ 9,000 രൂപ നേരെ 5 വർഷം കഴിയുമ്പോൾ 18,000 കോടിയാവാം. നിങ്ങൾ ഏത് കണക്കെന്ന് നോക്കിക്കോളൂ. കാലത്തിനടുത്ത് അല്ല ഏത് ഞാനത് പറഞ്ഞത് 5 വർഷം കൊണ്ട് 70%, 60% വർധന വരാം. എന്തായാലും 9,000 കോടി കൊടുത്തത് 18,000 കോടിയല്ലേ പരമാവധി ആവുമോ? ഇന്ത്യൻ ഗ്രോത്തിലോ എവിടുത്തെ ഗ്രോത്തിലോ അത്രയും വരില്ല. ഇവിടെ 37,000 കോടിയാണ് 5 വർഷം കൊണ്ട് കൊടുത്തത്. ആ 5 വർഷം കൊണ്ട് കൊടുത്തു. ഈ 5 വർഷം കൊണ്ട് എന്ന് വെച്ചാൽ അത്രയും വരേണ്ടല്ല, പഴയ കുടിശ്ശിക എളുപ്പം അടക്കം കൊടുത്തു. ഇപ്പോൾ ഈ 40,000 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് ജനങ്ങൾക്കറിയാം. പിന്നെ ഏത് മേഖലയെ കുടിശ്ശികയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്? ക്ഷേമനിധി പെൻഷൻ 16 ക്ഷേമനിധി പെൻഷനുകൾ സംസ്ഥാന സർക്കാർ ക്ഷേമനിധിയുടെ പണത്തിൽ നിന്നല്ല, സംസ്ഥാന സർക്കാർ ഗ്രാൻഡായിട്ട് കൊടുക്കുകയാണ്. 16 ക്ഷേമനിധികൾ. ക്ഷേമനിധി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിനകത്ത് പണ്ട് ആകെ കളക്ട് ചെയ്തത് ഒരു 3,000 രൂപയൊക്കെയാണ് ഒരു അപ്പോൾ കളക്ട് ചെയ്യുന്ന പൈസയിൽ നിന്ന് മാത്രം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില ക്ഷേമനിധികൾക്ക് ഞാൻ പറഞ്ഞാൽ എല്ലാം സർക്കാർ തന്നെ കൊടുക്കുന്ന ക്ഷേമനിധി അല്ല, എല്ലാ ക്ഷേമനിധിയും സർക്കാർ തന്നെ കൊടുക്കുന്നതല്ല. 16 ക്ഷേമനിധികൾ പൂർണ്ണമായി സർക്കാർ കൊടുക്കുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടുന്നില്ല. ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾ ഈ നേരത്തെ 2 കുടിശ്ശിക കൊടുത്തല്ലോ, ഇപ്പോൾ 3 കുടിശ്ശികയായല്ലോ. ആ കുടിശ്ശികയെല്ലാം ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് നോക്കിയിട്ടാണോ? ഞങ്ങളന്ന് റൂൾ 300 അനുസരിച്ച് മുഖ്യമന്ത്രി അത് അനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ്ട് പാഴൂർ പടിപ്പരയിൽ പോയി ജോത്സ്യം ചെയ്താൽ പോലും
പഴയ വിശ്വാസത്തിനകത്ത് പഴമ പറയുന്ന പോലെ പാഴൂർ പടിപ്പുരെ പോയി നോക്കിയാൽ പോലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമെന്ന് അപ്പം അറിയാമോ? അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമില്ല. നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ പറയുന്നു. നെൽകൃഷിക്കാർക്ക് കുടിശ്ശിക കൊടുക്കാനില്ല എന്ന് ഉത്തരവാദിത്തത്തോടെ ഞാൻ പറയാം. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കും ഫെഡറൽ ബാങ്കും കൂടിയുള്ള കൺസോർഷ്യത്തിൽ നിന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഈ വർഷം വെച്ചാൽ ഒരു മാസം മുമ്പ് അവരുടെ ഒരു വർഷക്കാലം ആ കാലാവധി തീർന്നിട്ട് അവർ പലിശ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്കുമായിട്ട് പലിശ സെറ്റിൽ ചെയ്തു. അവർ ചോദിച്ച പലിശ കുറച്ച് കൂടുതലായിരുന്നു. ആ പലിശയെക്കാളും കുറച്ച് നേരത്തെ ഉള്ളതിനനുസരിച്ച് കോമ്പറ്റീറ്റീവായിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്തു. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാനും സിവിൽ സപ്ലൈസ് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ചർച്ച ചെയ്ത് ആ കാര്യം സെറ്റിൽ ചെയ്തു. അതിനകത്തൊന്നും കുടിശ്ശികയില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ട് വേണം. അങ്ങനെ കുടിശ്ശികയില്ലെന്ന് മാത്രമല്ല, പാതാളം വരെ ഈ ഗവൺമെൻറ്റിനെ മുക്കിത്താക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട ആളുകളാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസ്, ഞങ്ങളുമൊക്കെ. മുന്നണി എന്ന് പറയുമ്പോൾ മുന്നണി അതിനകത്ത് സഹകരിച്ചിരിക്കുന്നവരാണ്. മുന്നണി എന്നതിലെ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു വളരെ വിപുലമായ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ. കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അതിശക്തമായി പറയേണ്ടതാണല്ലോ. സംസ്ഥാനത്തിൽ ഇത്രയും കുറച്ചാണ് കൊടുക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ദേശീയ തലത്തിൽ അത്തരം ഒരു മുന്നണിയിൽ BJPയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി പറയേണ്ട ആൾ ഇവിടെ വന്ന് തെറ്റായ കാര്യങ്ങൾ പറയരുത്. ആ തെറ്റായ കാര്യം രാഷ്ട്രീയത്തിനായാൽ പോലും വോട്ടർമാരെ അവമാനിക്കുന്ന തരത്തിൽ പറയരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. അപ്പോൾ അത് വീണ്ടും കൂടുതൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയേണ്ടി വന്നത്.